ബദ്രി വരുമ്പോൾ രുദ്ര അവനെ കാത്ത് റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഒരു നിമിഷം ബദ്രി അവളെ തന്നെ നോക്കി നിന്നു. കാരണം ആ ഡ്രസ്സിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബദ്രി അവളിൽ നിന്ന് ഒറ്റ മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഒരു 10 മിനിറ്റ്, അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് റെഡിയായി വരാം. അത്രയും പറഞ്ഞ് മുന്നിലേക്ക് നടന്ന ശേഷം ഒന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അത്യാവശ്യം നിനക്ക് വേണ്ട 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കൂടെ പാക്ക് ചെയ്തോ. അത് കേട്ടതും രുദ്ര അതിശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നമ്മൾ മാമിയെ റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കാനല്ലേ പോകുന്നേ? അതോ ഇനി മാമിക്കൊപ്പം നാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ നാട്ടിലൊരു മീറ്റിംഗ് ആവശ്യമായി പോകേണ്ടതുണ്ട്. പിന്നെ നിന്റെ മാമി നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മാമിയെ വീട്ടിലാക്കിയിട്ട് അതുവഴി പോകാമെന്ന് കരുതി. അതാ നിന്നോട് കൂടെ പോരാൻ പറഞ്ഞത്. അമ്മയോട് പറയണ്ടേ അപ്പം നമ്മൾ 2 ദിവസം കാണില്ലെന്ന്? അമ്മയോടും നിന്റെ മാമിയോടും വരുന്ന വഴിയെല്ലാം പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇനി അധികം ചോദ്യം ചോദിച്ച് നിൽക്കാതെ ആവശ്യമുള്ളത് എന്തെന്ന് എടുത്തു വെക്ക്, റെഡിയാക്. അത്രയും പറഞ്ഞ് ബദ്രി ഫ്രഷ് ആവാനായി പോകുമ്പോൾ രുദ്ര അതിശയത്തോടെ അവിടെ തന്നെ കുറച്ചു നേരം സ്തംഭിച്ചു നിന്നു. പിന്നെ വേഗം തന്നെ കൊണ്ടുപോകാനുള്ള അവളുടെ സാധനങ്ങൾ ഒരു ബാഗിലായി പാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ബദ്രി റെഡിയായി പുറത്തേക്ക് വന്നു. പോകാം. രുദ്രയെ നോക്കിക്കൊണ്ട് അത് പറയുമ്പോൾ രുദ്ര ബദ്രിയെ കണ്ണുകൾ വിടർത്തിയൊന്ന് നോക്കി. അവളെ പോലെ തന്നെ ബ്ലൂ ഡ്രസ്സായിരുന്നു ബദ്രിയും. ബദ്രി അവളെ ഒന്ന് നോക്കിയിട്ട് താഴേക്ക് പോകുമ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ അവളും ചെന്നിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു ബദ്രിയുടെ കൂടെ കാറിൽ കയറുമ്പോൾ എന്തോ നിധിയിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. അവർ ഒരുമിച്ച് പോകുന്ന കാഴ്ച അവരെ സ്നേഹിക്കുന്ന എല്ലാവരിലും ആനന്ദം നൽകി. രുദ്ര ഭവാനിക്കൊപ്പം പിൻസീറ്റിലായിരുന്നു ഇരുന്നതെങ്കിലും ബദ്രിയുടെ നോട്ടം ഇടയ്ക്കിടെ മുന്നിലുള്ള ഗ്ലാസ്സിലൂടെ അവളിൽ ചെന്നിരുന്നു. എന്നാൽ തിരിച്ചവൾ നോക്കുന്നത് കാണുന്നതും അവൻ മുന്നിലേക്ക് നോക്കി ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഭവാനി മാമിയോട് സന്തോഷത്തോടെ കലവിൽ സംസാരിക്കുന്നവളെ ആദ്യമായി കാണുന്ന പോലെയാണ് ബദ്രി നോക്കിയത്. കാരണം തന്നെ കാണുമ്പോൾ പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങി നിൽക്കുന്നവൾ ഇന്നവരോട് വാതോരാതെ ഓരോന്ന് സംസാരിച്ച് ചിരിക്കുന്നു. അതിന് കാരണം താനും അവർക്കൊപ്പമുള്ള യാത്രയിൽ കൂടെയുള്ള സന്തോഷമായിരുന്നു എന്ന് ആരും പറയാതെ തന്നെ അവന് മനസ്സിലായിരുന്നു. ഇടയ്ക്കൊരു വലിയ ഹോട്ടൽ നിർത്തി അവർ 3 പേരും കഴിക്കാനിറങ്ങി. ആഹാരത്തിനു മുന്നിൽ നുള്ളിപ്പൊറുക്കിയിരിക്കുന്നവളെ കാണെ ബദ്രി കണ്ണുരുട്ടി നോക്കിയതും അവൾ വേഗം അതെല്ലാം ധൃതിയിൽ കഴിക്കാൻ തുടങ്ങിയിരുന്നു. സ്പീഡിൽ ഫുഡ് വാരി വിഴുങ്ങുന്ന രുദ്രയെ കണ്ടതും ബദ്രി ഉൾപ്പെടെ ഭവാനി മാമിയും അവളെ നോക്കി ചിരിച്ചുപോയി. തിരിച്ചു കാറിൽ കയറി ഏറെ ദൂരം കഴിഞ്ഞു. അവളുടെ സൗണ്ട് കേൾക്കാതെ വന്നതും ബദ്രി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഭവാനി മാമിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന രുദ്രയെയാണ് കണ്ടത്. ബദ്രി നോക്കുന്നത് കണ്ടതും ഭവാനി അവനോടായി പറഞ്ഞു, അവളിങ്ങനെ നൈറ്റ് യാത്ര ചെയ്യുമ്പോൾ കാറ്റടിച്ചാൽ മതി, അപ്പോൾ ഉറങ്ങും. നേരത്തെ ഉറങ്ങേണ്ടതായിരുന്നു. ഇന്ന് ഒരുപാട് സന്തോഷത്തിലായിരുന്നില്ലേ ആള്? അതിൻ്റെയാ. ആൻറ്റിക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ കിടന്നു. ഇനിയും കുറച്ച് മണിക്കൂർ എടുക്കും നമ്മൾ അങ്ങെത്താൻ. ഒന്ന് മൂളിക്കൊണ്ട് കാറിലെ പിൻസീറ്റിൽ അവരും തല ചേർത്ത് വെച്ച് മയങ്ങി. രാത്രി 1 മണിയോടടുത്തായിരുന്നു അവർ അവിടെ എത്തിയത്. ഇനി അവിടെ നിന്നും ഭവാനി മാമിയുടെ വീട്ടിലെങ്ങനെ പോകണമെന്നറിയാത്തത് കൊണ്ട് ബദ്രി അവരെ വിളിച്ചു. അവർ കണ്ണു തുറന്ന് ബദ്രിയെ നോക്കി പറഞ്ഞു, ഞാനൊന്ന് മയങ്ങിപ്പോയി മോനെ. അത് സാരമില്ല, ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിയില്ല, അതാ ആൻറ്റിയെ വിളിച്ചേ. ദാ ആ കാണുന്ന റോഡ്, ഇടത്തെ സൈഡിൽ കൂടെ പോകുന്ന റോഡിൽ കൈ ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞതും ബദ്രി അതുവഴി കാർ ഓടിച്ചു. ചെറിയ ടാറിട്ട റോഡായിരുന്നു അത്. എതിരെ അതുപോലെ ഒരു കാർ വന്നാൽ പോലും ഒതുങ്ങാനുള്ള സ്ഥലമില്ലാത്ത ചെറിയ റോഡ്. ആ ഇവിടെ നിർത്തിയാൽ മതി മോനെ. ഒരു വലിയ ഓടിട്ട വീടിൻ്റെ മുൻപിലെത്തിയതും ഭവാനി പറഞ്ഞു. ബദ്രി കാറിൽ ഇരുന്ന് തന്നെ പുറത്തേക്ക് നോക്കി. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു വീട്. ചുറ്റും അതിലൊക്കെ കെട്ടി അടച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതലൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പോയി ഗേറ്റ് തുറക്കാൻ, മോൻ വണ്ടി അകത്തേക്ക് കയറ്റിയിട്ടേക്ക്. ഭവാനി അത്രയും പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി മുന്നിലെ ഗേറ്റ് തുറന്നതും ബദ്രി കാർ അകത്തേക്ക് കയറ്റിയിട്ടു. ഡോറ് തുറന്ന് അവൻ ഇറങ്ങുമ്പോൾ പിന്നാലെ രുദ്രയും കണ്ണുകൾ തിരുമിക്കൊണ്ട് ഇറങ്ങിയിരുന്നു. നമ്മളിങ്ങെത്തിയോ? ഉറക്കം ശരിയാവാത്തത് കൊണ്ട് അവളുടെ കാലുകൾ നിലത്ത് നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വീഴാൻ പോയതും ബദ്രി അവളുടെ ഇടുപ്പിലൂടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ രുദ്ര അവൻ്റെ ഷർട്ടിൽ പിടിച്ചു മുഖം അവൻ്റെ നെഞ്ചിൽ കുഞ്ഞുകുട്ടികളെ പോലെ ചേർത്ത് കണ്ണുകൾ അടച്ച് പിടിച്ചിരുന്നു. ഭവാനി കാണിച്ചു കൊടുത്ത അല്പം വലിപ്പമുള്ള റൂമിലായിരുന്നു ബദ്രി രുദ്രയും കൊണ്ട് വന്നത്. ഭവാനി വേഗം ബെഡ് വിരിച്ചതും ബദ്രി രുദ്രയെ ബെഡിലേക്ക് കിടത്തി നന്നായി പുതപ്പിച്ചിരുന്നു. മോൻ്റെ വീട്ടിലത്തെ പോലെ സൗകര്യങ്ങൾ കുറവായി ഇവിടെ. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ ധാരാളം.
പിന്നെ ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും അതുപോലൊരു വീട്ടിൽ തന്നെ ജനിക്കണമെന്നില്ലല്ലോ. മോനെ കുടിക്കാൻ എന്തേലും? തൽക്കാലം ഒന്നും വേണ്ട, കഴിച്ചിട്ടല്ലേ വന്നേ. നല്ല യാത്രാക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ മോൻ വാതിലടച്ച് കിടന്നു, ഞാനും കിടക്കാൻ പോകുക. ഭദ്ര പിന്നെ വാതിലടച്ചു വന്ന് ബെഡിൽ കിടക്കുമ്പോഴും അവൻ കിടത്തിയെടുത്ത് തന്നെ ചുരുണ്ടുകൂടി കിടപ്പായിരുന്നു രുദ്ര. ഭദ്ര രാവിലെ മുഖത്ത് വെള്ളത്തുള്ളികൾ വന്ന് പതിക്കുന്നത് അറിഞ്ഞാണ് കണ്ണുകൾ തുറന്നത്. അവൻ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു റെഡ് സാരി ഉടുത്ത് നിന്നുകൊണ്ട് മുടിയിലെ ഈർപ്പം ഒപ്പിക്കളയുകയായിരുന്നു രുദ്ര. അവൻ അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ രുദ്ര മുടി വിടർത്തിയിട്ട ശേഷം സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരം നെറ്റിയിൽ തൊട്ടു. പിന്നെ ഐബ്രോ വെച്ച് പിരികം അല്പം ഡാർക്കാക്കിയ ശേഷം കണ്ണിൽ കൺമശിയും വരച്ചൊരു കുഞ്ഞു പൊട്ടും തൊട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കി കിടക്കുന്ന ഭദ്രയെ. രുദ്രയ്ക്ക് ഭദ്രയെ നോക്കാൻ ഒരു ചമ്മൽ തോന്നി. അവൾ അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, രാവിലെ എങ്ങോട്ടാ? അത് പിന്നെ അമ്പലത്തിലേക്ക്. ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ പോകാതിരുന്ന ഭഗവാൻ അത് സങ്കടമാകും. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരം പോകുമായിരുന്നു. അമ്മയും അച്ഛനും മരിച്ച ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന ശേഷം ഒരിക്കൽ പോലും വരാൻ പറ്റിയിട്ടില്ല. അല്ല, നീ പോയില്ലെങ്കിലേ ഭഗവാൻ പിണങ്ങുമെന്ന് ഭഗവാനാണോ വന്ന് പറഞ്ഞേ? അതൊന്നും ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏട്ടൻ അമ്പലത്തിൽ വരാറില്ലല്ലോ. അന്ന് നമ്മുടെ കല്യാണത്തിന് അമ്മ നിർബന്ധിച്ചുകൊണ്ടല്ലേ വന്നത് തന്നെ. അല്ല, നീ ആരോട് ചോദിച്ചിട്ടാ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഒരുങ്ങിയിറങ്ങിയേ? അത് ഇവിടെ അവിടുത്തെ പോലെയല്ലല്ലോ. ഇവിടെ എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ നാടായത്. എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അപ്പോൾ ഏട്ടൻ വരുന്നോ എനിക്കൊപ്പം അമ്പലത്തിലേക്ക്? രുദ്ര അതിശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഞാൻ നിനക്കൊപ്പം വരുന്നതേ നിന്റെ ഈ നാടൊക്കെ ഒന്ന് കാണാനാ, അല്ലാതെ അമ്പലത്തിലേക്കല്ല. ഞാൻ പുറത്ത് നിന്നോളാം, നീ തൊഴുതിട്ട് വന്നാൽ മതി. എന്തായാലും അമ്പലത്തിൻ്റെ മുന്നിൽ വരെ വരുന്നതല്ലേ, അപ്പോൾ പിന്നെ അകത്ത് കയറിയാലെന്താ? തൽക്കാലം ഞാൻ അകത്തേക്കില്ല, നീ കയറി തൊഴുതാൽ മതി. ഞാൻ എങ്കിൽ മാമയോട് പറഞ്ഞിട്ട് വരാം. പിന്നെ നാട് കാണണം എന്നല്ലേ പറഞ്ഞേ, അപ്പോൾ കാറിൽ പോകേണ്ട. കാറിൽ പോയാൽ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല, നടന്നു പോകാം നമുക്ക്. അങ്ങനെയല്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഭദ്ര അത് പറയുമ്പോൾ രുദ്ര അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾക്കൊപ്പം ആ നാട്ടിലൂടെ നടക്കുമ്പോൾ എല്ലാവരും രുദ്രയെയും അവനെയും അതിശയത്തോടെ നോക്കി നിന്നു. പലരും ഇതാരാന്ന് ചോദിക്കുമ്പോൾ കണ്ണുകൾ വിടർത്തി അവർക്കെല്ലാം അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് കേൾക്കുമ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ നാട്ടിലെല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന്. അമ്പലത്തിലെത്തിയതും രുദ്ര അവനെ ഒന്നുകൂടെ വിളിച്ചു. അവൻ വരുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. പിന്നെ രുദ്ര നേരെ അമ്പലത്തിൽ കയറി കണ്ണുകൾ അടച്ച് തൊഴുതു നിൽക്കുമ്പോൾ എന്നത്തേക്കാൾ സന്തോഷവതിയായിരുന്നു അവൾ ആ നിമിഷം. അമ്പലത്തിൽ അവൾ അറിയുന്നവരെല്ലാം നെറ്റിയിലെ കുങ്കുമം കണ്ട് അതിശയത്തോടെ ചോദിക്കുമ്പോൾ അവരോടും അവർ കല്യാണം കഴിഞ്ഞ കാര്യം സന്തോഷത്തോടെ തന്നെ പറഞ്ഞു. ഭദ്രയെ ചോദിച്ചപ്പോൾ പുറത്ത് നിൽപ്പുണ്ടെന്ന് അവൾ ചൂണ്ടിക്കാണിച്ചു. ഭഗവാന് ചാത്തിയ പൂവ് അവിടെ നിന്നവർക്ക് നൽകുമ്പോൾ രുദ്രപ്രസാദത്തോടൊപ്പം അതും സന്തോഷത്തോടെ കയ്യിൽ വാങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു മുന്നിലേക്ക് നടന്നു. എന്നാൽ കുറച്ചു മാറി നിന്ന് അശ്വിൻ്റെ ചേച്ചി രുദ്രയെ അമ്പരപ്പോടെ നോക്കി നിന്നു. ഡീ വന്നേ, അകത്ത് കയറി തൊഴേണ്ടി നിനക്ക്? അശ്വിൻ ആതിരയെ നോക്കി ചോദിച്ചതും അവൾ ആ നിൽപ്പ് തന്നെ നിന്നു. ഡീ, നിനക്കെന്താ പറ്റിയേ? അത്രയും പറഞ്ഞ് അവളെ തട്ടി വിളിക്കുമ്പോൾ അവൾ പറഞ്ഞു, അത് ആ പോയത് രുദ്രയല്ലേ? രുദ്രയോ? അവളെങ്ങനെ ഇവിടെ വരുന്നേ? ഇല്ലടാ, ഞാൻ അവളെ കണ്ടതാ. അവളാകെ മാറിയ പോലെ. അതെ, അത് ചിലപ്പോൾ അവളെ പോലെ ആരെങ്കിലും ചേച്ചി കണ്ടു കാണും. അച്ഛനും അമ്മയും പോയി സ്വന്തം കിടപ്പാടം പോലും ഇല്ലാത്തവൾ എങ്ങനെയാ ഇവിടെ വരുന്നേ? പോരാത്തതിന് ആകാശമുള്ളിടത്തോളം കാലം ഇവിടെ ഒറ്റയ്ക്ക് വന്നാൽ പിന്നെ അവൻ്റെ ഭാര്യയായി കാലം കഴിയേണ്ടി വരില്ലേ അവൾക്ക്? അതുകൊണ്ട് വരില്ല. മുൻപായിരുന്നുവെങ്കിൽ ഞാനുണ്ടായിരുന്നില്ലേ? ഇപ്പം പറയാൻ ആ ബന്ധവും നമുക്കിടയിലില്ല. അവൾ ഇവിടുന്ന് പോകുമ്പോൾ അതെല്ലാം അവസാനിപ്പിച്ച് പറഞ്ഞയച്ചതല്ലേ. എന്നെ ഓർത്ത് നേരി എവിടെയെങ്കിലും ഇരുന്ന് കാലം തുലയ്ക്കുന്നുണ്ടാവും അവൾ. ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് നിൽക്കാതെ വരാൻ നോക്ക്. അശ്വിൻ അത്രയും പറഞ്ഞ് ചേച്ചിയെയും ചേച്ചിയുടെ മോളെയും കൂട്ടി അമ്പലത്തിൻ്റെ ശ്രീകോവിൽ കടന്നു ചെന്നിരുന്നു. എടി, ആ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയല്ലേ? അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. KGF ഫിലിമിലെ യാഷിനെ പോലെയല്ലേ കാണാൻ? അതെ, ആളുടെ ചെറിയ കട്ടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പുതിയതാണെന്ന് തോന്നുന്നു. പോയിന്ന് മുട്ടിയാലോ? ചിലപ്പോൾ കൂട്ടത്തിൽ ആർക്കാ നറുക്ക് വീഴുന്നെന്ന് അറിയില്ലല്ലോ.
എങ്കിൽ നീ ആദ്യം പോയി മുട്ടി നോക്ക്. ഇല്ല, നീയും വാ, എന്തായാലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാളും ഒരുമിച്ച്. എന്നാ വാ. അത്രയും പറഞ്ഞ 3 പെൺപിള്ളേർ മുന്നിലേക്ക് നടക്കാനാഞ്ഞതും ഇതെല്ലാം കേട്ട് പിന്നിൽ നിന്ന് രുദ്ര ദേഷ്യത്തിൽ ആ പെൺപിള്ളേരെ നോക്കി. ഒപ്പം കുറച്ചു മാറി കോവേൻ്റെ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ബദ്രിയെ അവളൊന്ന് നോക്കി. ദുഷ്ടൻ, ഇതിനായിരുന്നല്ലേ ഒരുങ്ങിക്കെട്ടി അമ്പലത്തിൽ കയറാതെ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ എൻ്റെ ജീവിതം ഇതുവരെ ശരിക്കുള്ള റൂട്ടിലായില്ല. അപ്പോഴാണ് അവളുമാർക്ക് എൻ്റെ ഭർത്താവിനെ തന്നെ ലൈനടിക്കാൻ നോക്കുന്നേ. ഇവളുമാരെ മിക്കവാറും ഞാൻ തന്നെ തല്ലിക്കൊല്ലും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നേ ബദ്രിയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു രുദ്ര. അവൾ കയ്യിലിരുന്ന പ്രസാദമെടുത്ത് ബദ്രിയുടെ നെറ്റിയിൽ തൊട്ടു. എടി, രുദ്ര ചേച്ചിയല്ലേ അത്? അതെ. അപ്പോൾ അത് ചേട്ടൻ ആരാ? അറിയില്ല, വാ നോക്കാം. എന്നാൽ ഈ സമയം അശ്വിനും ചേച്ചിയും കുഞ്ഞും പുറത്തു വരുമ്പോൾ ബദ്രിയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കുന്ന രുദ്രയാണ് കണ്ടത്. അത് കണ്ടതും അശ്വിനും ചേച്ചിയും തറഞ്ഞു നിന്നു. എന്നാൽ ഈ സമയം ബദ്രി രുദ്രയ്ക്ക് അതുപോലെ തിരിച്ചവൻ്റെ കൈകൊണ്ടും നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കുകയായിരുന്നു. എന്തുകൊണ്ടോ രുദ്ര തൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടപ്പോൾ തിരിച്ചും അവളുടെ നെറ്റിയിൽ അതുപോലെ ചന്ദനം അണിയാൻ തോന്നി. അപ്പം മനസ്സെന്താഗ്രഹിക്കുന്നു അതിനൊപ്പം ഭദ്രയ്ക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. രുദ്ര ചേച്ചി. ഭദ്രയും രുദ്രയും ഒരു നിമിഷം പരസ്പരം നോക്കി നിൽക്കുമ്പോൾ ആ നോട്ടം പോലും പിൻവലിച്ചത് രുദ്ര ചേച്ചി എന്ന വിളിയിലാണ്. രുദ്ര ബദ്രിയും ഒരുപോലെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ടു അവരുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരുന്ന 3 പെൺകുട്ടികൾ. ബദ്രിക്ക് അവരെ കണ്ടതും വൈഷുവിൻ്റെ ഓർമ്മ വന്നു. എന്നാൽ തന്നെയും വൈഷുവിൻ്റെയും പ്രായം പോലും ഇല്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. അല്ല, ഇതൊക്കെ ആരാ വരുന്നേ? അല്ലി, കാർത്തു, മാളു, 3 ആളും എപ്പോഴത്തെയും പോലെ ഒരുമിച്ച് തന്നെ ഉണ്ടല്ലോ. അപ്പം ചേച്ചി നമ്മളെ മറന്നില്ലല്ലോ. ഞങ്ങൾ കരുതി മറന്നെന്ന്. നിന്നെയൊക്കെ 3നെയും അത്ര പെട്ടെന്ന് ഞാൻ മറക്കുമോ? എന്നിട്ടാണോ ചേച്ചി പോകുന്ന അന്ന് ഞങ്ങൾ ആരോടും പറയാതെ പോലും പോയത്? അന്ന് ആരോടും യാത്ര പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു ചേച്ചി. അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. പിന്നെ അന്ന് നിങ്ങളോടും കൂടെ പറഞ്ഞിട്ട് പോവാൻ നിന്നാൽ നീയൊക്കെ എന്നെ വിടില്ലെന്നറിയാം. ചേച്ചി എന്നാ വന്നിട്ടെന്ന് നമ്മളെ കാണാൻ വരാഞ്ഞേ? ഞാൻ ഇന്നലെ രാത്രിയാ വന്നേ. ആകാശേട്ടനില്ലല്ലോ. 2 ദിവസം ഇവിടെ കാണും. അത് കഴിഞ്ഞ് പോകും ഞാൻ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അതിനെ രുദ്ര ഒന്ന് മൂളി. എന്നിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. അതൊക്കെ നടന്നു. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ, പറഞ്ഞു തരാം. ചേട്ടൻ്റെ പേരെന്താ? മാളു ബദ്രിയെ നോക്കി ചോദിച്ചു. ബദ്രിനാഥ്. നല്ല പേരാ. പേരും കൊള്ളാം. ചേട്ടനെ കാണാനും ഒരു ഹീറോ ലുക്കുണ്ട്. ചേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ കരുതി സിംഗിളായിരിക്കുമെന്ന്. നീയൊക്കെ അവിടെ നിന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. രുദ്ര അവരെ നോക്കി പറഞ്ഞു. കേട്ടല്ലേ? അതൊക്കെ ചേച്ചി മായ്ച്ചു കളഞ്ഞേക്കേ. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയാ. 3 ഒരുമിച്ച് പറയുമ്പോൾ രുദ്രയും ബദ്രയും ഒരുപോലെ ചിരിച്ചു. ചേച്ചിയും ചേട്ടനും വീട്ടിലേക്കാണ് പോകുന്നത് ഇനി? അല്ലടാ, ഏട്ടൻ നമ്മുടെ നാടൊക്കെ ചുറ്റി കാണണം എന്ന്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എങ്കിൽ ഞങ്ങളും വരാം. വന്നോട്ടെ. അവർ അവരെ 2 ആളെയും സമ്മതിക്കുന്നെന്ന വട്ടം മാറി മാറി നോക്കി. വന്നു, അതിനെന്താ? പക്ഷേ നിങ്ങൾ വീട്ടിൽ പറഞ്ഞില്ലല്ലോ വന്നേ. അതുകൊണ്ട് ലേറ്റ് ആവുമ്പോൾ ചേച്ചിമാരെ വിഷമിക്കില്ലേ? ഇല്ല, ഇപ്പോൾ തന്നെ ചേച്ചി വന്ന കാര്യം വീട്ടിലെത്തിക്കാണും. ആരെങ്കിലും പറഞ്ഞ് ചേച്ചി വന്ന ഞങ്ങൾ ചേച്ചിക്കൊപ്പം ആയിരിക്കുമെന്നും. അതുകൊണ്ട് നമ്മുടെ അമ്മമാർ അതോർത്ത് ടെൻഷൻ അടിക്കില്ല. കാത്തു അത് പറയുമ്പോൾ ബാക്കി 3 അത് ശരിവെച്ചു. എന്നാ വാ പോകാം. രുദ്ര അത് പറയുമ്പോൾ രുദ്രയുടെയും ബദ്രിയുടെയും സൈഡിലും ഇടയിലൂടെ 3 നുഴഞ്ഞു കയറിക്കൊണ്ട് മുന്നിലേക്ക് നടക്കാൻ കണ്ടു. അവരെ തന്നെ നോക്കി നിൽക്കുന്ന അശ്വിനെയും ചേച്ചിയെയും. അശ്വിനെ കണ്ടതും രുദ്ര അവിടെ തന്നെ നിന്നു. അത് കണ്ടതും ബദ്രി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. എന്നാൽ ബാക്കി 3നും അശ്വിനെ കണ്ട് തീരെ പിടിച്ചില്ലെന്ന് അവരുടെ നോട്ടത്തിലും സംസാരത്തിൽ നിന്നും ബദ്രിക്ക് മനസ്സിലായി. നാശങ്ങൾ, ഇനി 2ൻ്റെ കുറവൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആരാവർ? നിങ്ങൾക്കറിയാമോ അവർ ആരെന്ന്? ബദ്രി അവരെ 3 ആളെ നോക്കി ചോദിക്കുമ്പോൾ അല്ലിയാണ് മറുപടി നൽകിയത്. അറിയാം, പക്ഷെ ചേട്ടനെയും നമ്മളെയും പോലുള്ളവർക്ക് മിണ്ടാനോ പരിചയപ്പെടാനോ ഒട്ടും കൊള്ളില്ലാത്ത ആൾക്കാരാ നിൽക്കുന്നേ. അത്രയ്ക്കും കൊള്ളാത്തവരാവാൻ അവരെന്താ ചെയ്തേ? ഞങ്ങളൊരു രുദ്ര ചേച്ചിയെ കരയിപ്പിച്ചവരാ അവർ. അത് കേട്ടതും ബദ്രി മനസ്സിലാവാതെ അവരെ നോക്കി. ചേട്ടനോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടാവണം ഒരു അശ്വിൻ എന്ന ആളെപ്പറ്റി. മാളത് പറയുമ്പോൾ ബദ്രി കഴിഞ്ഞ ദിവസം ഭവാനി മാമി പറഞ്ഞതോർത്തു. അപ്പോൾ ഇത് അശ്വിനാണോ? അതെ, ആ സാധനം തന്നെ. സത്യം പറഞ്ഞ ചേച്ചി അശ്വിൻ ചേട്ടനെ സ്നേഹിക്കുന്നത് നമുക്കാർക്കും ഇഷ്ടമല്ലായിരുന്നു. എന്തിനേറെ ഋഷിയേട്ടന് പോലും ഇതിൻ്റെ പേരിൽ പിണങ്ങിയിട്ട് പോലും ഉണ്ട്. അന്നേ പറഞ്ഞതാ ഇങ്ങേര് ചതിക്കും നോക്കല്ലേന്ന്.
എവിടെ കേൾക്കാൻ? ആ സമയത്ത് ചേച്ചിക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമായിരുന്നു. ശരിക്കും അങ്ങേർക്ക് ചേച്ചിയുടെ സ്വത്തിലായിരുന്നു നോട്ടം. ഒറ്റമോളായതുകൊണ്ട് ഒരുപാട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ കിട്ടില്ലെന്നായപ്പോൾ കുപ്പ പോലെ വലിച്ചെറിഞ്ഞില്ലേ? ഭവാനി മാമി വന്ന് അന്ന് അമ്മയോട് വന്ന് കരഞ്ഞു പറയുമ്പോൾ ഇങ്ങനെ കൊല്ലാൻ തോന്നിയതാ ഞങ്ങൾക്ക്. ദുഷ്ടൻ. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് അയാളോട് ദേഷ്യമല്ല, സഹതാപം തോന്നുക. അങ്ങേര് ചേച്ചിയെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അങ്ങേരേക്കാൾ ചേട്ടനെ എൻ്റെ ചേച്ചിക്ക് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞത്. ഇപ്പം നിങ്ങളുടെ ചേച്ചിൻ്റെ ഭാര്യയാണ്. ഇനി ആർക്കും ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല. അത് പറയുമ്പോൾ ഭദ്രയുടെ സൗണ്ട് അത്രയും ഉറച്ചതായിരുന്നു. രുദ്ര ഒരു നിമിഷം ഭദ്രയെ തന്നെ നോക്കി നിന്നു. എന്നാൽ അവൾ നോക്കിയതും തന്നെ ഭദ്ര അവളുടെ കയ്യിൽ പിടിമുറുക്കി. ഒരശ്വിനും അവളെ കൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട്